ഹായ് ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ ആനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ കുക്കറിൻ്റെ ലിഡ് അടപ്പ് എങ്ങനെ വൃത്തിയാക്കുന്നു എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് സോപ്പിട്ട് കഴുകി അങ്ങ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില പോർഷൻസ് ഉണ്ടാവും. അത് എല്ലാ പാത്രത്തിലും ഉണ്ടാവും. കുറേ വർഷം കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ അഴുക്ക് കട്ടി പിടിച്ച് ഒരു കറുത്ത കളറിൽ, പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് ക്ലീൻ ചെയ്താലും പോകാത്ത ഒരവസ്ഥ. പിന്നെ നമ്മൾ ഓവറായിട്ട് ഭാരം കൊടുത്ത് കുത്തി ഇളക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കുക്കറിൻ്റെ അടപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സോപ്പിട്ട് കഴുകും. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പോർഷനാണ് ഈ നോബിൻ്റെ സൈഡ്. ഇവിടെ കട്ട പിടിച്ചിരിപ്പുണ്ട്. ഞാൻ ഒരാഴ്ച അത് ഞാൻ ശ്രദ്ധിക്കാത്തത് കാരണം റൈസിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ പാടയും കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കൊഴുപ്പെല്ലാം ഒട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഞാൻ കുത്തി ഇളക്കി അഴുക്ക് ഇവിടെ വെള്ളമായിട്ട് കെട്ടിക്കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ കൊത്ത് പോലെ കാണാം. ഇതെല്ലാം അതിൻ്റെ അഴുക്കാണ്, നമ്മൾ ശ്രദ്ധിക്കില്ല. ഇവിടെ പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ പാടാണ്. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. നല്ല അഴുക്ക്. ഇത് ഞാൻ എത്ര കുത്തിയിട്ട് ഒരാഴ്ച ആയതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൽ ഇടാതെ ഇരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി. വെള്ളത്തിൽ ഇട്ടിരുന്നെങ്കിൽ പെട്ടെന്ന് ഇളകുമായിരുന്നു. ഇപ്പോഴും പോകാതെ ഇവിടെ കുറച്ച് കറുപ്പ് പോലെ ഉണ്ട്. അത് അങ്ങ് കാണാമല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പോർഷനാണ്. അപ്പം നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ബ്ലോക്കായ നമുക്ക് എയർ വരാനുള്ളൊരു ബുദ്ധിമുട്ട്. അതുപോയിട്ട് ഇവിടെ ഈ ലിഡിൻ്റെ ഓരോ സൈഡിലും ഓരോ ചെറിയ ഹോളുണ്ട്. ഈ ഹോളിൽ കഞ്ഞിവെള്ളം കയറി അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഈ പപ്പട കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പപ്പട കമ്പിയോ നമ്മൾ പല്ല് തേക്കുന്ന ഒരു നല്ല ബ്രസിൽസ് നീളമുള്ള ഒരു ടൂത്ത് ബ്രഷോ ഉപയോഗിച്ച് വേണം ഇവിടെ ക്ലീൻ ചെയ്യാൻ. ഇതിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ ഇവിടെ ഇരിക്കുന്ന അഴുക്കെല്ലാം മാറിക്കിട്ടും. നമ്മൾ ഇവിടെ ഇത് അഴുക്കടയുമ്പോഴാണ് നമ്മുടെ കുക്കറിൽ നല്ല രീതിയിൽ പ്രഷറിൽ മുകളിലേക്ക് പ്രഷർ പോകാതെ സൈഡിലെല്ലാം ലീക്കായി ഓവർഫ്ലോ പോലെ ഉണ്ടാവുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ആ ഹോളെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ചുറ്റും ഇരിക്കുന്ന അഴുക്ക് നമ്മുടെ സാധാ നമ്മൾ പാത്രം തേക്കുന്ന ഒന്നിലും ചകിരിയിലോ ബ്രഷിലോ അതിലൊന്നിലും പോകത്തില്ല. ഇത് തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ ബ്രഷ്. ഇത് രണ്ട്. പക്ഷേ ഈ ഹോള് കുത്താൻ ഇത് തന്നെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ കുക്കറിൽ വെള്ളം ലീക്ക് പോലെ ആയി പ്രഷർ വിസിൽ വരുമ്പം വെള്ളം പ്രഷർ പോലെ ആയി പോകുന്നുവെങ്കിൽ ഇവിടെ അഴുക്ക് ഒരുപാടായിട്ടുണ്ടാവും. നിങ്ങളത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇത്ര അഴുക്കുണ്ട്. ഞാൻ ഇത് നല്ല ഭംഗിയായിട്ട് കഴുകിയതാണ്. ഇത്രയും ഞാൻ കുത്തി ഇളക്കി അഴുക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ.